വയനാട് ഉരുൾപൊട്ടലിൽ 9ാം ദിവസവും തെരച്ചിൽ തുടരുന്നു. കടാവർ നായ മൂണിയുടെ സഹായത്തോടെയാണ് പരിശോധന നടത്തുന്നത്. ഇതിനിടെ കാണാതായവരുടെ പട്ടിക പുറത്തുവിട്ടു. 138 ആളുകളുടെ പേരും ചിത്രവും അടങ്ങുന്നതാണ് പട്ടിക. ഉരുൾപൊട്ടൽ പഠിക്കാൻ കേന്ദ്ര സംഘം വയനാട്ടിലെത്തും. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് കേന്ദ്ര സംഘം എത്തുക. ഇതിനിടെ പരപ്പൻപാറയിൽ നിന്ന് മൃതദേഹ ഭാഗം കണ്ടെടുത്തു. ഇതുവരെ 402 മരണമാണ് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സ്ഥിരീകരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ചുരൽമലയിൽ നിന്ന് സരീഷ് PK ചേരുന്നുണ്ട്. സരീഷ്, ഇന്നത്തെ തിരച്ചിൽ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? സോണുകൾ തിരിച്ചുള്ള പരിശോധന അത് താൽക്കാലികമായി അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് നീങ്ങുകയാണ്. കാരണം എല്ലാ സോണുകളിലും ഏതാണ്ട് 90 മുതൽ 95% വരെ പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ബാക്കിയുള്ള പരിശോധന അത് നാട്ടുകാരുടെ ഒരു ആവശ്യപ്രകാരം മാത്രം മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ നിലവിൽ പല വീടുകളുണ്ടായിരുന്ന സ്ഥലത്ത് വീടുകളിലേക്ക് ഈ ക്യാമ്പുകളിലുള്ളവരെ വിളിക്കുകയും അവരോട് ആ വീട് കേന്ദ്രീകരിച്ച് കൂടുതൽ തിരച്ചിൽ നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. അവരുടെ വസ്തുക്കൾ അതോടൊപ്പം തന്നെ രേഖകൾ ഉൾപ്പെടെയുള്ളവ ലഭിക്കണമെങ്കിൽ അവർ പറയുന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തേണ്ടതുണ്ട്. കാരണം പൂർണ്ണമായി തകർന്ന വീടാണ്. അപ്പോൾ എവിടെയായിരുന്നു അവരുടെ വീട്, ആ വീടിൻ്റെ കോൺക്രീറ്റ് ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവ മാറ്റിയാൽ ഏതെങ്കിലും രീതിയിൽ തിരിച്ചെടുക്കാനാകുമോ എന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ നടത്തുന്നത്. അത്തരത്തിലുള്ള പരിശോധന പല ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഒരു മൃതദേഹം ഈ മുണ്ടക്കൈക്ക് മുകളിലുള്ള ഭാഗത്തു നിന്നും കണ്ടെത്തിയത്. അവിടെ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ഈ പരപ്പൻപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് നേരത്തെ ആളെ ജീവനോടെ രക്ഷിച്ച സ്ഥലമാണ് ഈ പരപ്പൻപാറ. അവിടെ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഒരു മൃതദേഹ ഭാഗം ലഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. അവിടെ നിന്നും ഈ മൃതശരീരം ലഭിച്ചു എന്നുള്ള സൂചന ഉണ്ട്. പക്ഷേ അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്ന് വൈകിട്ട് മാത്രമേ എത്ര മൃതദേഹഭാഗങ്ങൾ മൃതദേഹം ലഭിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം വരുള്ളൂ. എന്തായാലും ഇന്ന് കൂടുതലായി ആളുകളെ വീടുകളിലേക്ക് എത്തിച്ച് അവരുടെ ആവശ്യപ്രകാരം ഏതൊക്കെ മേഖലകളിൽ തിരച്ചിൽ നടത്തണം എന്ന് അവരോട് ചോദിക്കുകയും അതിൻ്റെ ഭാഗമായുള്ള തിരച്ചിൽ നടത്തുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ബേലി പാലത്തിൻ്റെ ഇടത് വലത് ഭാഗങ്ങളിൽ ഈ വെള്ളാർമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ താൽക്കാലികമായി തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ 12 അടിയോളം മണ്ണ് പല ഭാഗങ്ങളിലുമുണ്ട്. അപ്പോൾ അത്രത്തോളം മണ്ണ് നീക്കിയുള്ള പരിശോധന പൂർണ്ണമായി നടത്താനാവില്ല. അതുകൊണ്ട് തന്നെ മേൽത്തട്ടിലുള്ള മണ്ണ് നീക്കിയുള്ള പരിശോധന പൂർത്തിയാക്കി. അതോടൊപ്പം തന്നെ പാറക്കല്ലുകൾ ഉൾപ്പെടെയുള്ളവ മാറ്റി അതോടൊപ്പം ഈ ദിശ മാറി ഒഴുകിയ പുഴയിൽ നിന്നും കല്ലുൾപ്പെടെ മാറ്റി പരിശോധന നടത്തി. പക്ഷേ അവിടെ നിന്നും മൃതദേഹങ്ങളൊന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. അതിനുശേഷം ഒരു ഉറപ്പ് വരുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഡ്രോൺ പരിശോധനയും അതോടൊപ്പം ഈ കടാവർ നായ്ക്കളെ എത്തിച്ചുള്ള പരിശോധനയും പൂർത്തിയാക്കിയത്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ ഇതിനടിയിൽ മണ്ണിനടിയിൽ മനുഷ്യ സാന്നിധ്യമുള്ളതായി കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇടത് വലത് ഭാഗങ്ങളിലെ പരിശോധന താൽക്കാലികമായി നിർത്തിവെച്ചത്. പക്ഷേ ഈ വില്ലേജ് ഓഫീസ് റോഡിലെ പരിശോധന തുടരുകയാണ്. അതോടൊപ്പം തന്നെ മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള മേഖലകളിലും JCB ഉൾപ്പെടെ എത്തിച്ചുള്ള പരിശോധന നടക്കുന്നുണ്ട്. പുഞ്ചിരിമട്ടത്ത് ഇപ്പോൾ വീടുകൾക്ക് സമീപത്തുള്ള അല്ലെങ്കിൽ വീടുകൾക്കുള്ളിൽ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരെത്തിച്ച് അവിടെ നിന്നും മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധനകളാണ് നടക്കുന്നത്. ഈ സോണുകളിൽ ഇത്തരത്തിലുള്ള പരിശോധന നടക്കുമ്പോൾ ഇന്നലെ പരിശോധന നടത്തിയ അല്ലെങ്കിൽ ആളുകൾക്ക് നേരത്തെ എത്താൻ സാധിക്കാതിരുന്ന രക്ഷാപ്രവർത്തനം വളരെ മന്ദഗതിയിലായിരുന്ന പല ഭാഗങ്ങളിലും ഇന്ന് ഹെലികോപ്റ്റർ മാർഗം സൺറൈസ് വാലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഹെലികോപ്റ്ററിൽ ഇന്നും സേനയെ എത്തിച്ചിട്ടുണ്ട്. അവിടെ കടാവർ നായ്ക്കളെ ഉൾപ്പെടെ എത്തിച്ചുള്ള തിരച്ചിലാണ് നടക്കുന്നത്. അത്തരത്തിലുള്ള തിരച്ചിൽ കുറച്ച് ദിവസവും കൂടി തുടരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സൈന്യത്തിൻ്റെ ഈ ഇടപെടൽ അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ തിരച്ചിൽ ഇനി എത്ര നാൾ ഉണ്ടാകും എന്നൊരു കാര്യത്തിൽ ഇപ്പോഴൊരു സംശയമുണ്ട്. കാരണം ഇനി സൈന്യത്തിന് ഏത് ഭാഗത്താണ് പരിശോധന നടത്താനുള്ളത് അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ ഒരു ഇടപെടൽ ഇനി ആവശ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ ഇന്ന് തീരുമാനമാകും. ഇന്ന് ഉന്നത അല്ലെങ്കിൽ മന്ത്രിസഭ ഉപസമിതിയോടൊപ്പം തന്നെ ഈ സേനാ വിഭാഗങ്ങളുടെ മേലധികാരികളും ഇന്ന് യോഗം ചേരുന്നുണ്ട്. അതിലായിരിക്കും ഇതുവരെയുള്ള അവലോകനം നടക്കുക. ഇതുവരെ ഏതൊക്കെ സേനകളുടെ ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത്, അപ്പോൾ ആ സേന എത്രത്തോളം ആളുകൾ ഇപ്പോൾ ഇവിടെ തുടരേണ്ടതുണ്ട്, അതോ ഏതെങ്കിലും രീതിയിലുള്ള ഫോഴ്സിൽ നിന്നും കൂടുതൽ ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് അവലോകനം ചെയ്യും. അതിനുശേഷമായിരിക്കും മന്ത്രിതല ഉപസമിതി യോഗത്തിൽ ആ കാര്യങ്ങൾ പ്രഖ്യാപിക്കുക. എന്തായാലും ആ മേഖല കേന്ദ്രീകരിച്ചുള്ള
പ്രവർത്തനങ്ങൾ അവിടെ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിനിടയിലാണ് 138 പേരുടെ പട്ടിക, കാണാതായ 138 പേരുടെ പട്ടിക പുറത്തിറക്കിയിട്ടുള്ളത്. അതിൽ ചിലരുടെ ഫോട്ടോകൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല. പക്ഷേ മറ്റു വിവരങ്ങൾ കൃത്യമായി നൽകിയിട്ടുണ്ട്. പക്ഷേ അത് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിലേക്ക്, അതായത് 138 പേരാണ് കാണാതായത് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. ഇന്നലെ മന്ത്രി കെ രാജനുമായി സംസാരിച്ചപ്പോൾ 154 പേരെ കാണാനില്ല എന്നൊരു കണക്കിലേക്കായിരുന്നു എത്തിയത്. പക്ഷേ പട്ടിക പുറത്തു വന്നപ്പോൾ അത് 138ആയി കുറയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോഴും നാട്ടുകാരുടെയും പ്രദേശവാസികളുടെയും ഒപ്പം തന്നെ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെയും വിവരങ്ങൾ ശേഖരിച്ച് അവരോടുകൂടി സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഔദ്യോഗികമായുള്ള പട്ടിക പുറത്തിറക്കൂ എന്നാണ് മന്ത്രി തന്നെ അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒരു പക്ഷേ ഈ 138 എന്നുള്ളത് വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയെങ്കിൽ ഇനിയും ഈ തെരച്ചിൽ വരുന്ന ദിവസങ്ങളിലും തുടരേണ്ട സാഹചര്യമുണ്ടാകും. എന്തായാലും ഈ മേഖലകളിലുള്ള തിരച്ചിൽ തുടരുകയാണ്. അതിനിടയിൽ 2 ഭാഗങ്ങളിൽ നിന്നായി മൃതദേഹ ഭാഗങ്ങൾ ലഭിച്ചു എന്നും അറിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച മൃതദേഹ ഭാഗങ്ങൾ അവിടെ തിരിച്ചറിയാനാവാതെ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഇന്നും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ സരീഷ് പി കെ നൽകിയത്.